പാകിസ്ഥാനിലെ ഓരോ റെസ്പോൺസും കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിലെ റെയിൽവേ മന്ത്രി അഭിപ്രായം പറയുന്നു. റെയിൽവേ മന്ത്രി പറയുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ കാണാൻ വെച്ചിരിക്കുന്നതല്ല. പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ സ്കൈ ന്യൂസിന് ഈ ഡേർട്ടി പണി ഞങ്ങൾ വെസ്റ്റിന് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എന്ന് പറയുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാക്കൾ ബിലാവൽ ഭൂട്ടോ അടക്കമുള്ളവർ ഇന്ത്യക്കാരുടെ രക്തം സിന്ധു നദിയിലൂടെ ഒഴുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ഇറസ്പോൺസിബിളായ, ഉത്തരവാദിത്വമില്ലാത്ത, ജനാധിപത്യ വിരുദ്ധമായ, അൺപ്രൊഫഷണലായ ഒരു പൊളിറ്റിക്കൽ സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളതെന്ന് തെളിയിച്ചു. മറിച്ച് ഇന്ത്യയിലോ ഉത്തരവാദിത്വത്തോടു കൂടി ഈ നിമിഷം വരെയും ഇന്ത്യൻ സ്റ്റേറ്റിലെ പ്രധാനമന്ത്രിയാവട്ടെ, പ്രതിരോധ വകുപ്പ് മന്ത്രിയാവട്ടെ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആവട്ടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവട്ടെ, BJPയുടെ നേതാവട്ടെ, ഇവരിൽ ആരെങ്കിലും, പ്രതിപക്ഷ നേതാവട്ടെ, ഇവരാരെങ്കിലും ഈ ഇൻ്റർനാഷണൽ വിഷയത്തിലൊരു അഭിപ്രായം പറയുന്നത് നമ്മൾ കേട്ടോ? നമ്മൾ ആരെയാണ് വിശ്വാസമർപ്പിച്ചത്? നമ്മൾ വിശ്വാസമർപ്പിച്ചത് ഇന്ത്യയുടെ സേനയാണ്. ആരാണ് നമുക്ക് വേണ്ടി അഭിപ്രായം പറയാനായിട്ട് വന്നത്? പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നത് ആരാണ്? സോഫിയ ഖുറേഷി, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. അത് തന്നെ നൽകുന്ന പ്രതീകം എന്താണ്? ഇന്ത്യയെ നിങ്ങൾ മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയുമായി സോഫിയ ഖുറേഷിയും ഒപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും എത്തുന്നു എന്നുള്ളതാണ്.